ആങ്സൈറ്റിയും ഡിപ്രഷനും രണ്ടും നമ്മളെ മനസ്സിനെ കാർന്ന് തിന്നുന്ന രോഗങ്ങളല്ലേ. ശരീരത്തിന് കാർന്ന് തിന്നുന്ന ക്യാൻസർ പോലെ തന്നെ നമ്മളെ മനസ്സിനെയും കൂടി കാർന്ന് തിന്നുന്ന രോഗങ്ങളാണ് ഡിപ്രഷനും ആങ്സൈറ്റിയും. ഒരാൾക്കും ഞാൻ വിഷമത്തോടെ അത്രയും വേദനയോടെ പറയാണ്, ഒരാൾക്കും ഡിപ്രഷൻ മനസ്സിലാക്കാനോ ആങ്സൈറ്റി മനസ്സിലാക്കാനോ ഇനിയും കഴിയുന്നില്ല. ഒന്ന്. രണ്ട്, ഇതെനിക്കൊരു മാനസിക പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അത് വട്ടാണ് നിനക്ക് എന്ന് പറയുന്ന ആ ഒരവസ്ഥയുള്ളത് കൊണ്ട് അതൊരാളെ അറിയിക്കാനോ ഒന്നിനും തയ്യാറാകുന്നില്ല. ഇന്നും നമ്മൾ സാക്ഷര കേരളം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളെന്നും സാക്ഷരതയല്ല എന്ന് പറയണം. കാരണം ഒരു വ്യക്തി ജീവിച്ചിരിക്കണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സ് പെർഫെക്റ്റ് ആവണം. ആ വ്യക്തിയുടെ മനസ്സ് പെർഫെക്റ്റ് ആയാലേ ആ വ്യക്തി ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടാവുള്ളൂ. അതിൽ സാക്ഷരത ഒരാൾ പോലും നേടിയിട്ടില്ല എന്ന് ഞാൻ പറയും. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് എത്രയോ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരു ആങ്സൈറ്റീൻ്റെ മരുന്ന് പോലും അവരെ റിലേറ്റീവിന് കൊടുക്കാൻ തയ്യാറാവാത്തത്. എന്താണ് എൻ്റെ റീസൺ എന്നെനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ശരീരത്തിന് വരുന്ന രോഗം പോലെ വരുന്നൊരു അസുഖമാണ് മനസ്സിന്. ആ മനസ്സിന് വരുമ്പം നമ്മൾക്ക് ചികിത്സിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ സ്നേഹിക്കുന്നവരോട് പിന്നെ നമ്മൾക്ക് എന്താണ് ആത്മാർത്ഥ സ്നേഹം എന്നുള്ളത്? നമ്മളൊരു കുതിരവട്ടം പോലെയുള്ള ഒരു സ്ഥലത്ത് ചെന്ന് നോക്കിയാൽ കാണാം ചങ്ങലക്കിട്ട രോഗികളാണ്. പക്ഷേ അവിടെ ചില രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ചങ്ങലക്കിട്ടിട്ട് ആ വ്യക്തിക്ക് എപ്പോഴാണ് വയലൻ്റ് ആവുക എന്നറിയാത്തത് കൊണ്ട് സെല്ലിൻ്റെ ഉള്ളിൽ അടച്ചിട്ട് അതിന് പുറത്ത് നിന്ന് ഭാര്യ ഭക്ഷണം കൊണ്ടുകൊടുത്തിട്ട് അയാൾക്ക് ഭക്ഷണം കൊടുത്തുന്ന ആ ഒരു രംഗം. എവിടെയുണ്ട് ഇത്ര വിദ്യാഭ്യാസം നമുക്ക്? ആ കാണുന്ന വിദ്യാഭ്യാസം ഇവിടെ എല്ലാ ഡിഗ്രി എടുത്തിട്ടുള്ള ആൾക്കാർക്കുണ്ടോ? ഇല്ല. പൈലറ്റിന് സമമായിട്ടുള്ളൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ പോലും ആങ്സൈറ്റീൻ്റെ ടാബ്ലറ്റ് അവരെ റിലേറ്റീവിന് കൊടുക്കാണ്ട്. ഇതൊക്കെ ഓരോ സ്ഥലത്ത് കാണുന്ന, എനിക്ക് തോന്നുന്നു ഓരോ ആൾക്കും അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വരുമ്പോഴേ ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതിനെപ്പറ്റി പറഞ്ഞാൽ തീരില്ല. ആ ഒരു നമ്മൾ കുതിരവട്ടം പോലെയുള്ളൊരു സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ പോയി കാണുമ്പോഴാണ് ഇതിൻ്റെ അവസ്ഥ മനസ്സിലാകുക. പക്ഷേ എന്നാലും ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഏതോ സൂലാറ്റം പോയ പോലെ ആസ്വദിക്കുന്ന ആൾക്കാരെയും. ആരെയും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബോധവൽക്കരണം എത്ര കൊടുത്താലും കാര്യമില്ല. സ്വയം നന്നാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബോധവൽക്കരണം കൊണ്ടും കാര്യമില്ല. ഡിപ്രഷനും ആങ്സൈറ്റിയും രണ്ടും വ്യത്യസ്തമായിട്ടുള്ള മാനസികാവസ്ഥകളാണ്. പക്ഷേ ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ രണ്ടും ഭയാനകമാണ്. പക്ഷേ ഇത് വരുമ്പം ഏകദേശം ഒന്നിച്ച് തന്നെയാണ് വരിക. അതാണ് ഏറ്റവും വലിയ കഷ്ടം. ഈ ഡിപ്രഷൻ എപ്പോഴും ഉണ്ടാവുക എങ്ങനെയാണെന്ന് വെച്ചാൽ കടുത്ത സങ്കടവും ശൂന്യതയും. ഒരു രണ്ടാഴ്ച ഒരു വ്യക്തി ഏത് സമയവും കരയാം. ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഏത് സമയവും കരയാം, ജീവിതത്തിനൊരർത്ഥമില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു കരയുന്ന വ്യക്തി ഡിപ്രഷനിലായ വ്യക്തിയല്ലേ ഒരു 2 ആഴ്ചയിൽ കൂടുതൽ. അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ പണ്ട് ആസ്വദിച്ച ഓരോ കാര്യങ്ങളും, പാട്ടുകൾ, ബുക്ക്, അങ്ങനെയുള്ള പലതും എനിക്കിപ്പോൾ വേണ്ട. എനിക്കതിന് ഇൻട്രസ്റ്റ് ഇല്ല, എനിക്കതിന് മൂഡില്ല. ഇതൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. നമ്മൾ ശരീരത്തിനൊരു ചൂട് വന്നാൽ പനിക്കുന്നുണ്ട്, കോൾഡ് ഉണ്ട് എന്ന് പറയും. പക്ഷേ ഇതൊന്നും ആരും ശ്രദ്ധിക്കില്ല. പിന്നെ എപ്പോഴും വിട്ടുമാറാത്ത ക്ഷീണം,
ക്ഷീണം എന്ന് പറഞ്ഞാൽ അവരുടെ ബോഡിക്ക് ക്ഷീണമൊന്നും ഉണ്ടാവില്ല. അതിങ്ങനെ തോന്നുന്നതാണ്, എനിക്ക് ക്ഷീണമുണ്ട്, എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ. അപ്പോൾ ഇങ്ങനെ കിടക്കുക, ബെഡിൽ തന്നെ കിടക്കും. അത് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പോൾ അതിൽ തന്നെ കിടന്ന് എനിക്ക് വയ്യ ക്ഷീണം. എന്നാലോ നമ്മൾ മുഴുവൻ ബോഡി ചെക്കപ്പ് ഒക്കെ നടത്തിയാലും അവർക്കൊന്നും ഉണ്ടാവില്ല. അപ്പം അതാണ് അതിൻ്റെ വേറൊരു ലക്ഷണം. ഒരു ഊർജ്ജവും ഇല്ല, ഒന്നുമില്ലാതെ ഇങ്ങനെ. പിന്നെ ഉറക്കമില്ലായ്മ. ഒന്നിക്കൽ ഉറങ്ങും, അമിതമായി ഉറങ്ങും, ഇല്ലെങ്കിൽ ഉറക്കേയില്ല. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം. പിന്നെ ഇങ്ങനെ സ്വയം പറഞ്ഞു കൊടുക്കും, എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാനിങ്ങനെ ആയിപ്പോയത് കൊണ്ടല്ലേ ഞാൻ അങ്ങനെ ആയിപ്പോയത്. ഇങ്ങനെയുള്ള സ്വയം കുറേ കുറ്റബോധവും ഉണ്ടാവും, കുറേ അനാവശ്യമായ അപകർഷതാബോധവും. ഇതൊക്കെയാണ് ഇതിൽ നിന്ന് ഉണ്ടാവുന്നത്. ഇതൊക്കെ ഡിപ്രഷൻ്റെ ലക്ഷണമാണ്. ഈ പറഞ്ഞത് 2 ആഴ്ചയിൽ കൂടുതലുണ്ടെങ്കിലാണ് അതൊരു മരുന്നിൻ്റെ ആവശ്യം അവിടെ വരുന്നത്. അതേപോലെ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ അനാവശ്യമായ ഭയം, എപ്പോഴും എന്തോ അനിഷ്ടം സംഭവിക്കും എന്നുള്ള ചിന്ത. അവരോട് തുറന്ന് ചോദിക്കുക, അവർ പറയും എനിക്കെന്തോ പേടിയുണ്ട്, എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇത് എന്നോട് ഒരു കുട്ടി പറഞ്ഞ കാര്യങ്ങളാണ്, സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നൊക്കെ തോന്നുന്നതാണ് ആങ്സൈറ്റീൻ്റെ ലക്ഷണങ്ങളിൽ ഒന്ന്. പിന്നെ ആ കുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്കിങ്ങനെ നെഞ്ഞടിക്കും കോളേജിലേക്ക് പോകുമ്പം, അതെന്താണെന്നറിയില്ല. പിന്നെ ചിലപ്പോൾ ടെൻഷൻ കൂടുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ ഉണ്ടാവും, കൈകാലുകളെല്ലാം വിറക്കും എന്നൊക്കെ. ഇതെല്ലാം ആങ്സൈറ്റീൻ്റെയാണ്. പിന്നെ എപ്പോഴും അസ്വസ്ഥത, ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കില്ല, ഏത് സമയവും ഇങ്ങനെ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും. നമുക്ക് തന്നെ മനസ്സിലാവും അത് അവരെ. നമ്മളെപ്പോലെ എല്ലാം ബിഹേവ് ചെയ്യുക. അവർക്ക് എപ്പോൾ ഒരു അസ്വസ്ഥതയായിരിക്കും, എല്ലാത്തിനും ഒന്ന് ഉറച്ചു നിൽക്കാണ്ട് ഇങ്ങനെ ഓടിച്ചാടി കളിക്കും. അതൊരു നമുക്ക് മനസ്സിലാവും അത് കാണുമ്പം. പിന്നെ എപ്പോഴും അമിതമായ ആശങ്ക കാരണം ഉറക്കം ഇല്ലാണ്ടാകുക. ഇതൊക്കെയാണ് മെയിൻ റീസൺസിൻ്റെത്. അപ്പോൾ ഇത് 2 ആഴ്ചയിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ഇതിൻ്റെ അഭിപ്രായം തേടാം. പക്ഷേ നമ്മൾക്ക് തന്നെ ചിലപ്പം പരിഹാരം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. എന്താ പറയുക, നമ്മൾ ദിനചര്യയെല്ലാം ഒന്ന് കൃത്യമാക്കുക, ദിവസവും ഒരേ സമയത്ത് ഉണരുക, അതേപോലെ തന്നെ ദിവസം ഒരേ സമയത്ത് ഉറങ്ങുക. പക്ഷേ നിർബന്ധം 8 മണിക്കൂർ ഉറങ്ങുക എന്നുള്ളതാണ്. പിന്നെന്താ, ഒന്ന് എണീറ്റ് രാവിലെ കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റ് ഒന്ന് നടക്കുക. ആ നടക്കുമ്പം തന്നെ അതൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. അപ്പോൾ എന്താവും, നമ്മളെ തലച്ചോറിൽ ഈ സന്തോഷം നൽകുന്ന ഒരു രാസവസ്തു ഉണ്ട്, എൻഡോർഫിൻ എന്ന് പറയുന്നത്. അപ്പം ഈ രാസവസ്തു നമ്മൾ നടക്കുമ്പോൾ, ഈ ജിമ്മിൽ പോകുമ്പോൾ ഒക്കെ നമ്മളെ തലച്ചോറിൽ ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പം നമ്മളെന്തായി, കുറച്ചും കൂടി ആക്റ്റീവായി. പിന്നെ നമ്മളെ ചിന്തകളെയും വിഷമങ്ങളെയും എല്ലാം മറ്റുള്ള ഒരാളോട് തുറന്ന് പറയുക. അപ്പം തന്നെ നമുക്ക് കിട്ടുന്ന ആശ്വാസങ്ങൾ, അത് സുഹൃത്തോ കുടുംബമോ ആരോ ആയിക്കോട്ടെ. പിന്നെ ധ്യാനവും യോഗയെല്ലാം ഇഷ്ടമാണെങ്കിൽ ഈ ശവാസനം എന്ന് പറയില്ലേ, ശവാസനം എന്താ, ഒന്നുമില്ല, നമ്മൾ മലർന്ന് കിടന്ന് കണ്ണടച്ച് മലർന്ന് കിടക്കുക. കൈകൾ എങ്ങനെ ഇടണം, കൈ ഫ്രീ ആയിട്ടിടുക. എന്നിട്ട് ഉത്കണ്ഠ തോന്നുന്ന ആ സമയത്ത് ശ്വാസം ദീർഘമായിട്ടെടുക്കുക, 4 സെക്കൻഡ്. എന്നിട്ട് ആ 4 സെക്കൻഡ് ആ ശ്വാസം അടക്കി വെക്കുക. എന്നിട്ട് 4 സെക്കൻഡ് പുറത്തേക്ക് വിടുക. പിന്നെയല്ലേ അന്ന് ലഹരി വസ്തു. എന്തിന് ലഹരി വസ്തു യൂസ് ചെയ്യുന്നത്? നിങ്ങളെ മാനസികാവസ്ഥ തളർത്തുന്ന സാധനം അത്. പിന്നെ എന്തിന് ലഹരി? ഈ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ഭാര്യ അങ്ങനെയാണ് ഇങ്ങനെയാണ്,
അത് എൻ്റെ കുടുംബജീവിതം ശരിയല്ല, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ടെൻഷനാണ്, അതുകൊണ്ടാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ലഹരി വസ്തു കൊണ്ട് ഇല്ലാണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം എന്ത് വേണം? നമ്മളെ ജീവിതത്തിന് ആദ്യം പ്രാധാന്യം കൊടുക്കുക, നമ്മളെ സന്തോഷങ്ങൾക്ക് ആദ്യം പ്രാധാന്യം കൊടുക്കുക. കാരണം നാളെ നമ്മളൊന്ന് വീഴ്ന്നു പോയാൽ ഒരിക്കലും ആരായാലും ഒരു പരിധിക്കപ്പുറം നമ്മളെ സഹായിക്കാൻ വരില്ല. ഒന്ന് കടന്നു പോയാൽ ആര് എന്ന് ചിന്തിക്കണം എപ്പോഴും, ആരാണ് എന്നുള്ളത്. ഞാനിങ്ങനെ തോന്നിയതുപോലെ നടന്നാൽ നാളെ ഞാനൊന്ന് വീണു പോയാൽ എൻ്റെ ഭാര്യ നോക്കുമോ എന്ന് ആദ്യം ചിന്തിക്കണം എപ്പോഴും. അതുപോലെ ആൺപിള്ളേരുണ്ടാവില്ലേ ഇപ്പോൾ ഉള്ളത്, അവർ ഒന്ന് വീണ് പോയാൽ എൻ്റെ അച്ഛനും അമ്മയും എത്ര കാലം എന്നെ നോക്കും എന്ന്. നമുക്ക് രോഗങ്ങളോ അസുഖങ്ങളോ എന്ത് വരുന്ന ഒരു മരണം പോലും ഇന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ചിന്തിക്കുക, മുന്നോട്ട് പോവുക. പിന്നെ ഇത്ര സമയം ഞാൻ പറഞ്ഞു ഇന്നേ കാര്യങ്ങൾ ദൈനംദിന ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റുമെങ്കിൽ അതൊക്കെ മാറ്റം വരുത്തി. നിങ്ങൾക്ക് മാറ്റം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആരെടുത്തും പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ മുകളിൽ പറഞ്ഞ പോലെയുള്ള ആ അവസ്ഥകൾ ഒരു 2 ആഴ്ചയിൽ കൂടുതലുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക. സൈക്കോളജിസ്റ്റിനെ കാണുമ്പം മറ്റുള്ളവർ കാണും എന്നുണ്ടെങ്കിൽ നമ്മളെ ഡിസ്ട്രിക്റ്റിന് തൊട്ടപ്പുറത്തുള്ള ഡിസ്ട്രിക്റ്റിൽ ആരാണ് അങ്ങനെയുള്ളത് എന്ന്. ഇന്ന് ChatGPTയും ജെമിനിയും ഒക്കെ ഉള്ളതുകൊണ്ട് ആരെ ചോദിച്ചു കഴിഞ്ഞാലും അവർ പറഞ്ഞു തരും. അങ്ങനെ പോയി ഒരു 2-3 സെഷൻ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ വിഷമങ്ങളും നിങ്ങളെ ദുഃഖങ്ങളും നിങ്ങളെ സ്വഭാവങ്ങൾ വരെ മാറും. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യുക. ഈ ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ വെച്ചിരുന്നാലാണ് അത് സൂയിസൈഡ് എന്ന ഏറ്റവും വലിയ മഹാവിപത്ത് അതിലേക്ക് പോകുന്നത്. ദയവ് ചെയ്ത് അതിലേക്ക് ചിന്തിക്കുന്നതിന് മുന്നേ നമ്മൾ ഈ 2 കാര്യങ്ങളും ഓർക്കുക. സൈക്കോളജിസ്റ്റിനെ കാണാൻ മടിയുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറൊരു ഡിസ്ട്രിക്റ്റിൽ ആണെങ്കിൽ പോയി കാണുക, എല്ലാ കാര്യങ്ങളും പറയുക. ചിലപ്പം സൈക്കോളജിസ്റ്റ് ഒരു 5-6 സെഷനൊക്കെ വെക്കും. അത് നിങ്ങളെ നല്ലതിന് മാത്രമാണെന്ന് കരുതുക, ഒരിക്കലും അവരെ പൈസക്ക് വേണ്ടിയല്ല. അതുകൊണ്ട് മറക്കാതെ മാനസികാരോഗ്യമാണ് എന്ന് ചിന്തിച്ച് ഒന്ന് ഇത് കണക്കിലെടുക്കുക. ഓക്കെ, നല്ലത് വരട്ടെ.